കാന്താര 2 അഥവാ കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ്. പലർക്കും ഒരു ഡൗട്ടുണ്ട്. 2022 ഇറങ്ങിയ കാന്താര അത് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നത് സെക്കൻഡ് ചാപ്റ്റർ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ 2-3 സുഹൃത്തുക്കൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയല്ല. 2022 ഇറങ്ങിയത് ഒരു തനി കാന്താര. ഇപ്പോൾ ഇറങ്ങുന്നത് ചാപ്റ്റർ 1. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാപ്റ്റർ 2 ഒക്കെ പുറകെ വരാനുണ്ട്. റൈറ്റർ, ഡയറക്ടർ ആൻഡ് മാസീവ് പെർഫോമർ ഋഷഭ് ഷെട്ടി. കുറേ പറയാനുണ്ട് പുള്ളിനെ കുറിച്ച്. അരവിന്ദ് എസ് കശ്യപാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് മല്ലയ്യ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോകനാഥ്. നമ്മുടെ മലയാളത്തിൻ്റെ ജയറാമേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സാധാരണ അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മൊണ്ണ കഥാപാത്രം ആയിരിക്കും മിക്കപ്പോഴും ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് അവസാനം വന്ന റെട്രോ പോലുള്ള സിനിമകളിൽ. പക്ഷെ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കരുതിയത് ഇതുപോലെ എല്ലാ സിനിമകളിലെ പോലെ ഒരു മൊണ്ണ കഥാപാത്രമായിരിക്കും ജയറാമേട്ടൻ്റെതാണ്. പക്ഷേ അത്യാവശ്യം എന്താ പറയുക, ഒരു പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ്. കുഴപ്പമില്ലാതെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ രുക്മിണി വസന്ത് നായികയായിട്ട് വരുന്നത്. കാന്താര ഫസ്റ്റിൽ ഒരു ഒരു ടിപ്പിക്കൽ ഒരു ക്ലീശേ ഒരു നായികയുടെ ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ രുക്മിണി വസന്ത് ഗംഭീരമായൊരു ക്യാരക്ടർ പരിപാടി കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഋഷഭ് ഷെട്ടി, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അതിനു മുമ്പ് സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം കാന്താര ആദ്യത്തെ സിനിമയും ഇതിലേക്ക് വരുമ്പോൾ ചാപ്റ്റർ 1 വരുമ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സ്കെയിലാണ്. ഒരുപാട് ഭയങ്കര ഒരു 3 ഇരട്ടി സ്കെയിലിൽ അല്ലെങ്കിൽ ഒരു 4 ഇരട്ടി സ്കെയിലിൽ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടാണ് കാന്താര ആദ്യ ഭാഗത്ത് നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ബഡ്ജറ്റ് വൈസ് അതിൻ്റെയൊക്കെ കാണാനുണ്ട് സിനിമയിൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഭാഗം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് സെക്കൻഡിലേക്ക് കിട്ടിയത്. അതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് സിനിമ ടോട്ടലി എനിക്കൊരു മിക്സഡ് അഭിപ്രായമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഗംഭീര പരിപാടിയും ചെയ്തു വെച്ചിട്ടുണ്ട്. കാന്താര ഫസ്റ്റിൽ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ വെറുതെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു അരമണിക്കൂർ ചെയ്തു വെച്ചതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ 2.25 മണിക്കൂർ സിനിമയുണ്ട്. ഈ 2.25 മണിക്കൂറിൽ ആദ്യത്തെ 2 മണിക്കൂർ വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കുറേ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കുറേ കോമഡികൾ, അതിനകത്ത് 1-2 കോമഡികളൊക്കെ എനിക്ക് വർക്കായി. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ. ബാക്കിയൊക്കെ അളിഞ്ഞ ചീഞ്ഞ കോമഡി. അതിനുവേണ്ടി കുറേ കഥാപാത്രങ്ങൾ അവർ കുത്തിക്കയറ്റിയിട്ടുണ്ട് കോമഡി പറയാനായിട്ട്. അതിൽ ശ്രീവിരുദ്ധത അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ 2 മണിക്കൂർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ട് വേണ്ടായിരുന്നില്ല, കണ്ടടഞ്ഞു പോകുന്നു. അപ്പം ഞാൻ എൻ്റെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൻഡിൻ്റെ ആണെന്ന് അറിഞ്ഞൂടാ വിചാരിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പുള്ളി ഇതുപോലെ എന്നെ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ 2 മണിക്കൂറിന് ശേഷം പിന്നെ അങ്ങ് പടം അപ്പാവാൻ തുടങ്ങി. ഗ്രാഫ് മുകളിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഉറക്കം ചടവോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ തിയേറ്റർ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. അമ്മാതിരി പരിപാടി ആ 2 മണിക്കൂറിന് ശേഷം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ആദ്യത്തെ ആ ഒരു 2 മണിക്കൂർ നമ്മളെ ഭയങ്കരമായിട്ട് മുഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ 2 മണിക്കൂറിലെ ആക്ഷൻ സീൻസൊക്കെ കിടിലനായിരുന്നു കേട്ടോ. അത് വേറൊരു കാര്യം. ഒരു 2-3 ആക്ഷൻ സീൻസ് ഉണ്ട്. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ആക്ഷൻ ഒരു എല്ലാം കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ കാടിൻ്റെ ഉള്ളിൽ ഒരു ആക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത് ഒറ്റ ഷോട്ടിൽ, സിംഗിൾ ഷോട്ടിൽ കുറേ നേരം ആക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലം പരിപാടിയായിരുന്നു. അത് ആംബിയൻസിൽ, ആ ഒരു ലൈറ്റിങ്ങിൻ്റെയും ആ കാടിൻ്റെയൊക്കെ ആംബിയൻസിൽ കിടിലം വർക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് പിന്നെ കുറേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡികളൊക്കെ തിരികി ഇങ്ങനെ ഇവർ ഓരോ ഇൻസിഡൻറ്റ് ബൈ ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണ്. ഓരോ ഇൻസിഡൻറ്റ് വെച്ച്. അപ്പോൾ ഓരോ ഇൻസിഡൻറ്റും ഒരു സ്ഥലത്തും അങ്ങ് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി. ഓരോ ഇൻസിഡൻറ്റ് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടേ വെച്ചു. സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ഗംഭീര പരിപാടി ഉണ്ടാവുമെന്ന് നമുക്കൊരു ചിന്തയുണ്ടല്ലോ. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടും ഈ പറഞ്ഞ പോലെ ചെറിയതായിട്ടുള്ള വലിച്ചിൽ വന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പടം അങ്ങോട്ട് കിടിലം പരിപാടിയായി. അത് ആദ്യത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗത്തിൽ, ചാപ്റ്റർ 1 ഇതാണല്ലോ, ആദ്യത്തെ ഭാഗത്തിൽ ഈ പറയുന്ന ദൈവികമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സംഭവം ഒരു ഉള്ളിൽ കയറി അവിടെ നിന്നുള്ളൊരു പെർഫോമൻസ് ആണല്ലോ ഋഷഭ് ഷെട്ടി നടത്തുന്നത്. ആ ഒരു പരിപാടിയൊക്കെ ഓണാവുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഈ പറയുന്ന 2 മണിക്കൂർ അവിടെ തുടങ്ങി നമുക്ക് ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഈ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ആണ്. ഈ നമ്മൾ ഒരു മടുപ്പ് ഉണ്ടാവുന്നില്ല. കാരണം ആദ്യത്തെ ചാപ്റ്ററിൽ ഉണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു 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 ദൈവിക ഒരു ആത്മീയ ശക്തി ഉള്ളിലേക്ക് കയറിയിട്ട് അത് വെച്ചിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഋഷഭ് ഷെട്ടി നടത്തുന്നത്. അത് ഇവിടേക്ക് വരുമ്പോൾ ചാപ്റ്റർ 1 കാന്താര സെക്കൻഡിലേക്ക് വരുമ്പോഴും അതേ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, നമുക്കൊരു
ഒരു റിപ്പീറ്റേഷൻ വരുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ഒരു തർക്കവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആക്ടേഴ്സും ഈ കോമഡി ചെയ്തിട്ടുള്ള വെറുപ്പിക്കലുള്ള ഒരു പരിപാടികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രത്യേകിച്ച് ആ കാട്ടിൻ്റെ ഉള്ളിലുള്ള വാസികളും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് കിടിലൻ പരിപാടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വരാഹരൂപം എന്ന് പറഞ്ഞ പാട്ട് ഇതിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല. കാരണം നമ്മുടെ തൈക്കടം ബ്രിഡ്ജിന്റെ പാട്ടെടുത്ത് മോഷ്ടിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ഓക്കെ, നമ്മളത് അങ്ങോട്ട് വിട്ടു. പിന്നെ വേറെ 1, 2 സോങ്ങുകളുണ്ട്. എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പോലെ തന്നെ എന്താ പറയുക, ആദ്യത്തെയും ഇതിന് കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറേയും കൂടി വലിയ സ്കെയിലായതുകൊണ്ട് ക്യാമറ ഇതിൽ എനിക്ക് ആദ്യത്തേക്കാൾ കുറേയും കൂടി ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗംഭീര ഫ്രെയിമുകൾ, ആ കാടിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിമുകളും എല്ലാം ഡയറക്ടർ എന്താ പറയുക, ഡയറക്റ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ആക്ടിങ് ആണെങ്കിലും പെർഫോമൻസ് എല്ലാം ഒരു ടെക്നിക്കൽ പരിപാടികളെല്ലാം കൊണ്ട് ഇത് ഗംഭീര സിനിമയാണ്. ഞാൻ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ വേസ്റ്റ് ആണെന്ന് പറയുമെങ്കിലും ആ സമയത്തൊക്കെ ടെക്നിക്കലി ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാമറ ആയിക്കോട്ടെ അതുപോലെ തന്നെ അതിൻ്റെ ആംബിയൻസ് ലൈറ്റിംഗ് എല്ലാം പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഓൾ ഓവർ ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു ഉറക്കച്ചടവും അങ്ങനത്തെ ഒരു വലിപ്പിക്കലും ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു കഥയിൽ ഈ പറയുന്ന സ്ഥിരം ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു 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 എന്താ പറയുക, കാട്ടുവാസികളും അതുപോലെ തന്നെ രാജകുടുംബവും തമ്മിലുള്ള ഒരു പരിപാടികൾ, പിന്നെ അതിനകത്ത് വരുന്ന എന്താ പറയുക ചതി, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ സ്പോയിലറൊന്നും ആക്കുന്നില്ല, അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പക്ഷെ അത് ഓൾ ഓവർ ഈ പറയുന്ന പോലെ പെർഫോമൻസും അതിൻ്റെ ഒരു ഒരു മേക്കിങ്ങും എല്ലാ പരിപാടിയും കൊണ്ട് അതൊക്കെ ആ നെഗറ്റീവൊക്കെ മുങ്ങിപ്പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു ഈസി വാക്കാണ്. ഒരു 1000 കോടി, ഒരു 1000 കോടിയൊക്കെ ഈസിയാണ്. അതിന് മുകളിലേക്ക് എനിക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. 1000 കോടിക്ക് മുകളിലേക്ക് എണ്ണി തുടങ്ങാം എന്നാ അങ്ങനെ പറയുമല്ലോ, തോന്നുന്നത് അതായിരിക്കും. സിമ്പിളായിട്ട് ഈസി വാക്കാണ് 1000 കോടി. ഈ ആദ്യത്തെ ചാപ്റ്ററിൽ അവർ കൊടുത്തേക്കുന്ന ഒരു വരാഹം എന്നുള്ളൊരു കൺസെപ്റ്റ്, പറയുന്ന ആത്മീയതയുടെ ഒരു രൂപമായിട്ട് വരാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തേക്കുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അതൊരു പുലിദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മാറുന്നുണ്ട്. അങ്ങനെ കുറേ ചേഞ്ചുകളുണ്ട്. പിന്നെ ഈ പറയുന്ന ഈ ഋഷഭ് ഷെട്ടിക്കുള്ളിൽ ഒരു എന്താ പറയുക, ഒരു ഒരു അദൃശ്യ ശക്തി കയറുന്നതുമായി ബന്ധപ്പെട്ട് അത് 1, 2, 3 ഒക്കെ എന്താ പറയുക ഡിഫറെൻറ്റ് ലെയേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ചേഞ്ചുകളുണ്ട്. അത് ഈ പറയുന്ന സിനിമ കുറേ കൂടി വലുതായതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടിയൊക്കെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പറയുന്ന ഒരു നാഷണൽ അവാർഡ് വേണമെങ്കിൽ കൊടുക്കാം. ഈ പറയുന്ന പുഷ്പക്ക് അല്ലു അർജുന് കൊടുത്തെങ്കിൽ ഋഷഭ് ഷെട്ടിക്കും കൊടുക്കാം. അതിൽ തെറ്റില്ല എന്നുള്ളത്. കാരണം അമ്മാതിരി പെർഫോമൻസ് അയാൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ആ പെർഫോമൻസിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഒരു റിപ്പീറ്റ്ലി വരുമ്പോൾ നമുക്കൊരു ആവർത്തന വിരസത തോന്നാത്തതും ഗംഭീരമായിട്ട് അത് നമുക്ക് തോന്നുന്നതും. അപ്പം ഇതാണ് എൻ്റെ ഈ പറയുന്ന നെഗറ്റീവ്. എനിക്ക് അത്ര അങ്ങോട്ട് ഊന്നി പറയാനില്ല. പക്ഷേ ഈ പറയുന്ന മൊത്തത്തിലുള്ള എന്താ പറയുക, ടെക്നിക്കൽ പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന നെഗറ്റീവ്സ് ഒക്കെ മുങ്ങിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്.